ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് നാവിൻ്റെ പ്രയോഗത്തെക്കുറിച്ചാണ്. നാവ് എങ്ങനെയാണ് അനീതിയുടെ ഒരു ലോകം സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനിടയായി. നമ്മൾ പലപ്പോഴും നിർദോഷമെന്ന് വിചാരിച്ച് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും അനേകം ആളുകളുടെ ജീവിതം നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളോട് മറ്റാളുകളുടെ ദൂഷണം പറയുമ്പോൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് തെറ്റായി പറയുമ്പോൾ, അതിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണോ ഇത് പറയുന്നത് അവരെക്കുറിച്ച് അനീതിയുടെ ഒരു ലോകം സൃഷ്ടിക്കുവാൻ ഈ നാക്കിന് കഴിയുമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ അനീതിയുടെ ലോകത്ത് പെട്ടുപോയ അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ നിസ്സാരമായ വാക്കുകൾ കൊണ്ട് അവർ തകർക്കപ്പെടുകയും അവരുടെ ശുശ്രൂഷ ഇല്ലാതായി പോവുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്രസക്തമായി പോവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അനീതിയുടെ ലോകം സൃഷ്ടിക്കാതിരിക്കാൻ എപ്പോഴും നമ്മുടെ നാവിനെ സൂക്ഷിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണാനിടയായി. നിങ്ങൾ ആരുടെയെങ്കിലും ചുറ്റും ഒരനീതിയുടെ ലോകമുണ്ടാക്കി അവരെ ട്രാപ്പിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള പക അടക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ വാശി അടക്കാൻ പറ്റാതെ ചെയ്യുന്നതാകാം. പക്ഷെ അത് അനേകം ആൾക്കാരെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അവയവങ്ങൾ തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങൾ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? അപ്പോൾ നമ്മുടെ അവയവങ്ങളിലുള്ള ഒരു ഭോഗ ഇച്ഛ കാരണമാണ് നമ്മൾ മറ്റുള്ള ആളുകളോട് ശണ്ഠ കൂടുന്നത്, അല്ലെങ്കിൽ അവരോട് മോശമായി അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഭോഗ ഇച്ഛയിൽ നിന്നാണോ എല്ലാ ശണ്ഠയും ഉണ്ടാകുന്നത്? ചില ആളുകൾക്ക് ഒരു റൈച്ചസ് ആങ്കർ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് നീതിയുടെ ചൂട് പിടിക്കുക, നീതി കൊണ്ട് ചൂട് പിടിച്ച് ബാക്കിയുള്ളവരെ വിമർശിക്കുക. ഞാനൊരു കാലത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ അനീതി കാണുമ്പോൾ ഭയങ്കരമായിട്ട് രോഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് വ്യക്തിപരമായ ചില ആളുകളിലേക്ക് അത് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രയാസം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഈ റൈച്ചസ് ആങ്കർ എന്ന് പറയുന്നത് പല സ്ഥലത്തും നമ്മൾ മനുഷ്യരിലേക്ക് അത് തിരിയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തിയിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രശ്നമാണ്, തെറ്റാണ്. കാരണം അത് നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത്. അതായത് വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ, വേറൊരാൾ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും പാപികളാണ്. എന്നാൽ ചില ആളുകളിലേക്ക് കുറ്റത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെങ്ങനെയോ ഈ പാപത്തിൽ നിന്ന് വിട്ട് ഇരിക്കുന്നവരെന്നുള്ളൊരു ചിന്ത, ഒരു ധ്വനി ഉണ്ടാക്കുവാൻ അത് കാരണമാകും. ഇപ്പം എനിക്കിവിടെ ഇരുന്നുകൊണ്ട് പെന്തക്കോസ്തിൽ മുഴുവൻ, അല്ലെങ്കിൽ വിശ്വാസ ഗോളത്തിൽ മുഴുവൻ പൈസയാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് വരുത്താനൊരു ധ്വനി അതിനകത്തുണ്ടാകാം. ഒരുപക്ഷെ ഇതൊരു ജെനുവിൻ വേദനയിൽ നിന്നും പറയാം. അതല്ലെങ്കിൽ അത് ഞാൻ ഇങ്ങനെയൊന്നുള്ള ആളല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും അങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മോടുള്ള ഒരു ഇച്ഛ, നമുക്ക് ഈ ലോകത്തെ എൻജോയ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഭോഗങ്ങളെക്കുറിച്ചുള്ള, ഈ ലോകത്തിൻ്റെ ഭോഗങ്ങൾ, അതിനോടുള്ള നമ്മുടെ ആ താല്പര്യത്തിൽ തന്നെയാണ് മിക്കവാറും എല്ലാ ശണ്ഠകളും ഉണ്ടാകുന്നത്, എല്ലാ കോമ്പറ്റീഷൻസും ഉണ്ടാകുന്നത്, ഓരോ മത്സരബുദ്ധി, സഹോദരങ്ങളുടെ മത്സരബുദ്ധി ഉണ്ടാകുന്നത്, കലഹം ഉണ്ടാകുന്നത്, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന നമ്മോട് തന്നെയുള്ള അതീവ സ്നേഹം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അതീവ സ്നേഹമുണ്ടോ? അതായത് ഒരു ജഡസ്നേഹം, അത് വർദ്ധിച്ചിട്ട് വേറെ ആളുകൾ നിങ്ങളെ ഒന്ന് പതുക്കെ ഒന്ന് തോണ്ടിയാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ അത്ര ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ആ സ്നേഹം സ്വാർത്ഥമാണ്, സെൽഫിഷാണ്. നമ്മൾക്ക് പക്ഷേ വേദപുസ്തകത്തിൽ നമ്മൾ അവനവനെ സ്നേഹിക്കുന്നു ന്യായീകരിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്നേഹം നമ്മുടെ നിത്യതയിലേക്ക് നോക്കിയാണ്. ഉദാഹരണത്തിന്, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിശദീകരണത്തിലേക്കും എനിക്ക് നിത്യമായ സമ്പത്തുണ്ടാകുന്നതിലേക്കുമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ളത് ഈ അവയവങ്ങളിൽ പോരാടുന്ന സ്നേഹമാണ്. അവയവങ്ങളിൽ പോരാടുന്ന അവനവനോട് തന്നെയുള്ള ആ ഇഷ്ടം, ഭോഗ ഇച്ഛ, ആ ഇച്ഛകളാണ് മറ്റുള്ളവരുമായിട്ട് ശണ്ഠയും കലഹവും ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നത്. അപ്പോൾ ഈ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ അംഗീകാരം, ഇപ്പം എനിക്ക് ഒരു നല്ല സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രധാന സീറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ വേറൊരാൾക്കത് കിട്ടി, എനിക്ക് കിട്ടിയില്ല, ആ ഒരു കമ്പാരിസൺ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളറിയാതെ തന്നെ നമ്മളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെ നിന്നാണ് ഈ ശണ്ഠയും ഭോഗ ഇച്ഛകളും ഒക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, മറ്റൊരാളോട് എത്ര മത്സരിച്ചാലും നിങ്ങൾക്ക് ജയിച്ച് കാണുന്നില്ല എന്നുള്ളതാണ്. ജയം അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊല്ലുന്നു, അസൂയപ്പെടുന്നു, ഒന്നും സാധിക്കുന്നില്ല. മറ്റുള്ളവരെ ദ്വേഷിക്കുന്നു, അവരെ അകറ്റി നിർത്തുന്നു, നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല.
ഇനി നമ്മൾ നാവിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതും ഈ വാക്യം ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആളുകളെ നാവ് കൊണ്ട് ആക്രമിച്ചിട്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഒന്നും ലഭിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഗ്ലോറി അല്ലാതെ വേറെ ഒരു കാര്യത്തിനും നമുക്ക് ചൂട് പിടിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓൺലി അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഈവൻ അത് നീതിയെക്കുറിച്ച് പോലും ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ് ഈസ് പ്രൈമറിലി ആൻഡ് അൾട്ടിമേറ്റ്ലി അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവം മഹത്വപ്പെടണം എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യത്തിലും നമുക്ക് ചൂടും പിടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇവിടെ പറയുന്നത് നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. ഇപ്പോൾ പല ആൾക്കാരും മോഹിച്ച് പ്രാപിക്കാൻ വേണ്ടി നടക്കുകയോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി ഉപവാസം എടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടൊന്നും സാധിക്കുന്നില്ല. ഇപ്പം നമ്മളാരെ കൊല്ലാൻ പോകുന്നില്ലെങ്കിൽ പോലും ഈ പക എന്ന് പറയുന്ന കൊലപാതകത്തിന് തുല്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ എത്ര പകച്ചാലും നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അതുകൊണ്ട് നഷ്ടമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ടു പക വെച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് എന്താണ്? അയാൾക്കൊന്നുമില്ല. അയാൾക്ക് വേറെ 100,000 ആളുകളുണ്ടാകും. പക്ഷെ നമ്മുടെ ആത്മീയതയാണ്, നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ്, നമ്മുടെ കർത്താവിന് മുമ്പിലുള്ള നമ്മുടെ സ്റ്റാൻഡാണ് നഷ്ടപ്പെടുന്നത്. ഇത് പലപ്പോഴും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത്. 3-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയുകയും 3-ാം അധ്യായത്തിൽ നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ യാചിക്കായ കൊണ്ട് എന്ന് പറയാനുള്ള കാരണം പ്രോപ്പറായിട്ട് ചോദിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ചോദിക്കാത്തത് കൊണ്ട്, ഭോഗങ്ങളിൽ ചിലവിടുന്നതിന് വേണ്ടി ചോദിക്കുന്നത് കൊണ്ട്. ഈ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പല പ്രാർത്ഥനകളും ഭോഗേച്ഛകളോട് ചേർന്നതാണ്, നമ്മുടെ അത്യാവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഭോഗ ഇച്ഛകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രണ്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ കടഭാരത്തിലാണെങ്കിൽ കടം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കൊരു അത്യാവശ്യമാണ്. ആഹാരമില്ലെങ്കിൽ, വസ്ത്രമില്ലെങ്കിൽ, ജീവിക്കാൻ വകയില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ വല്ലാതെ യാചിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് അല്ലാതെ അത് ക്രോസ് ചെയ്ത് വെളിയിലേക്ക് പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കകത്തും ഒരു ഭോഗയിച്ഛയുണ്ട്. അതായത് ഈ ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ ചില ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ യാചിക്കുന്ന ഒന്നും ദൈവം തരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നമ്മളോടുള്ള പ്രണയത്തിൽ, നമ്മോട് തന്നെയുള്ള ഇഷ്ടത്തിൽ, നമ്മളെ വലുതാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇഷ്ടത്തിനകത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യവും ലഭിക്കുന്നില്ല എന്ന് ഈ വാക്യം പറയുന്നു. ഇവിടെ പറയുന്നത് നമ്മുടെ യാചന ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. നമ്മുടെ യാചന നമ്മൾ എങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നു എന്നുള്ളത് അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൗതികമായ ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആങ്സൈറ്റി എടുക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ഇന്നത്തെ പ്രാർത്ഥനകളുടെ പ്രധാന മോട്ടിവേഷൻ തന്നെ ഭോഗ ഇച്ഛകളും ഈ ലോകത്തെക്കുറിച്ചുള്ള ആങ്സൈറ്റിയുമാണ്. ആങ്സൈറ്റിയിൽ നിന്നാണ് മിക്കവാറും പ്രാർത്ഥനകളും വരുന്നത്, വിശ്വാസത്തിൽ നിന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അങ്ങനൊരു വിചാരത്തിൽ നിന്നല്ല പ്രാർത്ഥന വരേണ്ടത് ദൈവത്തെക്കുറിച്ച് ഉള്ള എരിവിനാലാണ്. അതായത് കർത്താവിനോടുള്ള എൻ്റെ ഇഷ്ടത്തിൽ നിന്നാണ്, സ്നേഹത്തിൽ നിന്നാണ് പ്രാർത്ഥന വരേണ്ടത്. അത് ഒരിക്കലും നമ്മുടെ ഭോഗ ഇച്ഛകളെ സംബന്ധിക്കുന്നതല്ല. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കരുതെന്നുള്ളതല്ല. ദൈവം അത് കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് നൽകിയിരിക്കും. പക്ഷെ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ഈ ഭൗതിക വിഷയങ്ങളെ സംബന്ധിക്കുന്നതല്ല. ആ പ്രാർത്ഥനകളല്ല നമ്മളെ നയിക്കേണ്ടത്. വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള, ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അപ്പോൾ ദൈവം ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. നാം ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇവിടെ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ യാചനകളിലൂടെ തന്നെ നമ്മൾ വ്യഭിചാരദോഷമുള്ളവരാണെന്നാണ് തെളിയുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ നമ്മൾ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ യാചിക്കുന്നത് കൊണ്ടാണ് ഒന്നും ലഭിക്കാത്തതെന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണാം. അപ്പോൾ വ്യഭിചാരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തോടുള്ള നമ്മുടെ സ്നേഹമാണ്. ലോകത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സമ്പത്തിനോടുള്ള സ്നേഹം മാത്രമല്ല, ലോകത്തിൻ്റെ അംഗീകാരത്തോടുള്ള സ്നേഹം, ലോകത്തിൽ മാനിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം ലോകത്തോടുള്ള നമ്മുടെ അഭിനിവേശത്തെയാണ് കാണിക്കുന്നത്. ദൈവം നമ്മെ അംഗീകരിക്കുന്നു എന്നുള്ളതിൽ തൃപ്തരാകാതെ ലോകത്തിൻ്റെ അംഗീകാരം കൂടെ നമ്മൾ നേടാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ വ്യഭിചാരം ചെയ്യുകയാണെന്നാണ് യാക്കോബ് പറയുന്നത്. വളരെ കഠിനമായ വാക്കാണ് യാക്കോബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മീയത നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സ്നേഹം ആരോടാണ്? ക്രിസ്തുവിനോടാണോ? അതോ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന സമ്പത്തിനോടാണോ? നമ്മൾ ലോകത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ വ്യഭിചാര ദോഷമുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യഭിചാര ദോഷം എന്ന് പറയുന്നത് ലോകത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ട്.
ആ വ്യഭിചാര ദോഷം ഇല്ലാതെ പോകണമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെടുകയും നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ വില്ല്, നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ പ്രസാദമുള്ള ഒരു വില്ലായിട്ട് മാറുകയും ചെയ്യണം. ദൈവഹിതത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ലോകത്തെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ അംഗീകാരം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ മഹത്വം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമാണെങ്കിൽ, പലപ്പോഴും പലരും പറയാറുണ്ട്, എന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ എന്നെ മാനിക്കുന്ന ദൈവം. അത് ഓക്കെ, അത് പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മളെ കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകം നമ്മളെ വെറുക്കും എന്നും പച്ചമരമായ ക്രിസ്തുവിനോട് അവർ ചെയ്തത് എത്ര കട്ടിയായിട്ടാണെന്നും നമ്മൾ അവൻ്റെ നിന്ദ ചുമക്കാൻ പാളയത്തിന് പുറത്ത് ഇറങ്ങേണ്ടി വരുമെന്നും നമ്മുടെ റെപ്യൂട്ടേഷൻ നോക്കി നമുക്ക് ഒരിക്കലും കർത്താവിനെ ശുശ്രൂഷിക്കാൻ സാധിക്കില്ലെന്നും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഈ മാനം അന്വേഷിച്ച്, ലോകത്തിൻ്റെ മാനവും അംഗീകാരവും അന്വേഷിച്ച് ആളുകൾ പോകുന്നത് വളരെ വളരെ അധികം നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ആരെങ്കിലും ഒരാൾ നമ്മൾ അംഗീകരിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ടാണ്. കാരണം ഈ ലോകത്തെ അത്രയുമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് അത്രയും വില നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം എന്നെ അംഗീകരിക്കുന്നുണ്ടോ? ദൈവം ഈ പ്രവൃത്തി വിശ്വാസത്താലാണോ ഞാൻ ചെയ്തത്? ഈ വിശ്വാസം എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചോ എന്ന് ഞാൻ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അതേസമയത്ത് ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾ ഒത്തിരി സ്നേഹിതന്മാരുള്ള ആളുകളായിരിക്കാം, അവരാരെയും പിണക്കാത്ത ആളായിരിക്കാം. യു ആർ someone who compromises on the word of God. നമുക്ക് ആർക്കും നമ്മളോട് പിണങ്ങാം, നമ്മളവരോട് പിണങ്ങേണ്ട കാര്യമില്ലെങ്കിലും. കാരണം കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ആ ഒരു ഗ്ലോറി മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ, നമുക്കൊരു കാരണവശാലും മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ സ്പിരിച്വാലിറ്റി, ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത്, ഭയപ്പെടുന്നത്? എങ്കിൽ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത്, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ വ്യഭിചാരികളാണെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ നിങ്ങൾക്ക് ഇച്ഛയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ദൈവത്തിന് ശത്രുവായി തീരുന്നുവെന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ, ഇന്ന് ടി വി വഴി കാണുന്നത്, ഇതെല്ലാം നമ്മുടെ മോഹങ്ങളെ വർദ്ധിപ്പിക്കുമാറ്, ലോകത്തെ സ്നേഹിക്കുമാറ്, ലോകത്തിലുള്ള ജോലി, പണം, സമ്പത്ത്, സെറ്റിൽമെൻറ്റ്, ഇതിനെ സ്നേഹിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഈവൻ ബൈബിൾ പോലും അങ്ങനെയാണ് പ്രസംഗിക്കപ്പെടുന്നത്. ഇന്ന് ആളുകൾ ഇടിച്ചു കയറുന്ന ന്യൂ ജനറേഷൻ ചർച്ചുകൾ മുഴുവൻ ഈ വഞ്ചനയിലാണ് കിടക്കുന്നത്. അവിടെ ആളുകൾ ചെല്ലാനുള്ള കാരണം ലോകത്തോടുള്ള സ്നേഹമാണ്, ലോകത്തിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായി നടക്കണം എന്നുള്ള ആഗ്രഹമാണ്. ക്രിസ്തുവിൻ്റെ നിന്ദ ചുമക്കാനോ ക്രൂശിൻ്റെ വഴിയെ പോകാനോ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ലോകം നമുക്ക് പ്രിയമാകും, ലോകത്തിന് നമ്മളും പ്രിയമാകും. എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വ്യഭിചാരിണികളായി കാണപ്പെടും, കർത്താവിൻ്റെ ശത്രുവായിട്ട് നമ്മൾ കാണപ്പെടുമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുന്നു. ഇത് പല സമയത്തും നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. തിരുവെഴുത്ത് വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം ആത്മാവിനെ നിക്ഷേപിച്ച ശേഷം നമ്മൾ ഈ ലോകത്തോട് വ്യഭിചാര മനസ്സോടെ നോക്കിയാൽ അത് തീർച്ചയായിട്ടും ദൈവം അസൂയയോടെയാണ് നോക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ആരുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്നു, അവരെ ദൈവം അസൂയയോടെ കാക്കുന്നു എന്ന് നമ്മൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അത് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ അത് അത്ര ക്ലിയർ അല്ല, എന്നാൽ നമുക്ക് ഇംഗ്ലീഷിലൊന്ന് വായിച്ച് നോക്കാം. ഓർ ഡു യു സപ്പോസ് ഇറ്റ് ഈസ് to no purpose that the scripture says he yearns jealously over the spirit that he has made to dwell in us. മലയാളത്തിൽ വായിക്കുമ്പോൾ ഒട്ടും ക്ലാരിറ്റി അവിടെ കാണുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത്, അവൻ നമ്മിൽ വസിക്കുമാറാക്കി ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ എന്നാണ്. ശരിക്കും അത് ഒരു മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ അത് ഇംഗ്ലീഷിലേക്ക് വായിക്കുമ്പോൾ വളരെ അസൂയയോടെ ദൈവം നമ്മെ ഗാർഡ് ചെയ്യുന്നു എന്നാണ്, ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. അതായത് വേറെ എങ്ങോട്ടും പോകാതെ, നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടും പോകാതെ നമ്മളെ ദൈവം ഗാർഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി, ആ മലയാളം വാക്യം പകുതിയിൽ എൻഡ് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന ശേഷം എത്ര അസൂയയോടെ, എത്ര ജലസായിട്ടാണ്, എത്ര തീഷ്ണതയോടെയാണ് ദൈവം നമ്മെ ഗാർഡ് ചെയ്യുന്നത്. നമ്മുടെ ചിന്തകൾ അപ്പോൾ വേറൊരാളിലേക്ക് പോയാൽ, വേറെ ലോകത്തിലെ മാനത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ദൈവം അത് വളരെ ദുഃഖത്തോടെയും വേദനയോടെയും കാണുന്നു. ദൈവത്തിൻ്റെ ശത്രുക്കളായി നമ്മൾ മാറുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു പാരാമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഗോളത്തിൽ കാണുന്ന മുഴുവൻ തന്നെ, ഏകദേശം മുഴുവൻ തന്നെ ദൈവത്തോടുള്ള ശത്രുത്വമാണ്, ലോകസ്നേഹമാണ് നമ്മുടെ ചുറ്റും പടർന്ന് വ്യാപരിക്കുന്നത്. ആത്മീയതയുടെ പേരിൽ
പലപ്പോഴും പലരുടെ ഉള്ളിൽ ഇതൊക്കെ കാണും, പക്ഷെ അതൊരു സ്പിരിച്വലൈസ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഈ പുതിയ ജനറേഷൻ പ്രോസ്പെരിറ്റി കൾട്ടുകൾ ഇതെല്ലാം ലോകസ്നേഹത്തിലേക്ക് ഉള്ള ഡോർ തുറക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള വഞ്ചനയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. പലരും വളരെ മനോഹരമായ അഭിഷിക്തം എന്നുള്ള പേരിലൊക്കെ വന്നിട്ട് ലോകത്തെ പ്രസിദ്ധമാക്കുകയും ലോകത്തിൻ്റെ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുകയും അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള പണം അപഹരിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ വഞ്ചിക്കപ്പെടരുതെന്ന് വേദോസം പറയുന്നു. ഇവിടെ പറയുന്നത് യേൺസ് ജലസ്ലി എന്നാണ്, അതിയായി കാംക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, ജലസ്ലി തീഷ്ണതയോടെ, ഓവർ ദ സ്പിരിറ്റ് ദാറ്റ് ഹി ഹാസ് മെയ്ഡ് ടു ഡ്വെൽ ഇൻ അസ്. നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനെ അവൻ വളരെ ജാഗ്രതയോടെ നോക്കുന്നു എന്നാണ്. അത് ലോകവുമായി ഇടകലരാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ആത്മാവിലെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ലോകത്തെക്കുറിച്ച് പ്രവചിക്കുന്നു, ലോകമോഹത്തിലേക്ക് ആൾക്കാരെ നയിക്കുന്നു. അവിടെ ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ലോകസ്നേഹികളുടെ ഒരു സംഘമുണ്ടാകുന്നു. അവിടെ ഈ ലോകത്തിൻ്റെ മധ്യസ്ഥന്മാരെന്ന് അഭിമാനിക്കുന്ന, അഭിഷിക്തന്മാരെന്ന് വിളിക്കുന്ന ആളുകളെ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് ചാടിച്ചുകൊണ്ടിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം അവർക്കുള്ള നല്ല ശക്തമായൊരു മുന്നറിയിപ്പാണ്. ഇവിടെ പറയുകയാണ്, ഈ ആത്മാവ് ആരിലാണോ ദൈവം നൽകിയിരിക്കുന്നത്, ഈ ആളെ ദൈവം വളരെ പ്രഷ്യസായിട്ട് ജാടി എന്ന് മാത്രമല്ല, അവൻ അങ്ങനെയുള്ളവർക്ക് വളരെയധികം കൃപ കൂടി നൽകുന്നു എന്നിവിടെ പറയുന്നു. 6-ാം വാക്യത്തിൽ പറഞ്ഞാൽ അവൻ അധികം കൃപ നൽകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആരിലാണോ വസിക്കുമാറാക്കിയിരിക്കുന്നത് അവരെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു മാത്രമല്ല, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ എതിർക്കുവാൻ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ട റിസോഴ്സസ് കൂടെ ദൈവം നൽകുന്നു എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും ചെല്ലുന്നത് ഹമ്പിളായിട്ടാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് ഹമ്പിളായിട്ട് ചെല്ലാൻ പറ്റുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ലോകത്തെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് നിഗളികൾ തന്നെയാണ്. കാരണം നമ്മൾ ഇന്ന് പലപ്പോഴും പല പ്രസംഗങ്ങളിലും നിഴലിക്കുന്നത് ലോകത്തോടുള്ള സ്നേഹമായതുകൊണ്ട് തന്നെ, ദൈവത്തോടുള്ള സ്നേഹമല്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തെ തന്നെ ലോകത്തെ നേടാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അനുഗ്രഹമാണ് വേണ്ടത്. ദൈവം കൂടെ നിന്ന് സഹായിക്കുന്ന ഒരാൾ മാത്രമാണ്. അതായത് നമുക്ക് വേണ്ടത് ദൈവത്തെ അല്ല, നമുക്ക് വേണ്ടത് അനുഗ്രഹത്തെയാണ്. ആൾക്കാരും ദൈവത്തെ കിട്ടിയിട്ടേണ്ട കാര്യം, നമുക്ക് അനുഗ്രഹം കിട്ടേണ്ട എന്നുള്ളതാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നിഗളികളായി മാറുന്നു എന്നുള്ളതാണ്. ദൈവത്തെ നമ്മൾ ടൂളായിട്ട് ഉപയോഗിക്കുന്നു. 10% കൊടുത്തിട്ട് ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരികയല്ല ദൈവം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മൾ നടക്കുകയാണ് നമ്മുടെ വിക്ടറി എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ ഹിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയല്ല. ഈ റിവേഴ്സ് തിയോളജി, ഇന്ന് ദൈവത്തെ നിന്ദിക്കുന്ന, ദൈവത്തിന് മുമ്പിൽ നിഗളം കാണിക്കുന്ന, വ്യഭിചാരത്തിലേക്ക് ആൾക്കാരെ നയിക്കുന്ന, ലോകസ്നേഹത്തിലേക്ക് നയിക്കുന്ന നിക്കോലോവിയരുടെ ഉപദേശം ഇന്ന് വളരെയധികം നമ്മുടെ ചുറ്റും വ്യാപരിച്ചിരിക്കുന്നു. നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. പക്ഷേ പല ആൾക്കാർ ബന്ധനത്തിലാണ്, സ്നേഹത്തിൻ്റെ ബന്ധനത്തിലാണ്. ഈ ആൾക്കാരൊന്നും നമ്മളെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു കളയാൻ. പക്ഷേ കാര്യം മനസ്സിലാക്കണം, അവർ നമ്മളെയല്ല, നമ്മളെക്കാൾ കൂടുതൽ അവർ നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളെ സ്നേഹിക്കുന്നവരാണ്. അവരുടെ ദൈവം വയറെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ഭോഗങ്ങളിൽ ചെലവിടുവാൻ വേണ്ടി അവർ വളരെയധികം ധനം ആഗ്രഹിക്കുകയും അതിനെ ഒരു മതമാക്കി മാറ്റി ക്രിസ്തുവിൻ്റെ പേരിൽ കർത്താവിനുള്ളൊരു വ്യഭിചാരം ചെയ്യുന്ന ആ ഒരു സ്പിരിറ്റ് ഇന്ന് വ്യാപരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ആരാണോ ദൈവത്തെ ലോകമോഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അവർ നിഗളികളാണ്. ആരാണോ കരുണ ചോദിക്കുന്നത്, കർത്താവെ ഞങ്ങൾക്ക് ഇതിനെ എതിർക്കാനുള്ള കരുണയും കൃപയും അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആരാഗ്രഹിക്കുന്നോ അവർ ഹമ്പിളാണ്. ദൈവത്തിന് മുമ്പിൽ ഹമ്പിളായവർ ദൈവത്തോട് എപ്പോഴും സഹായം ചോദിക്കുന്നവരാണ്. ദൈവത്തിന് മുമ്പിൽ ഹമ്പിളായവർ, വിനയമുള്ളവർ ദൈവത്തിന് മുൻപിൽ എപ്പോഴും അവന് വേണ്ടി യാചിക്കുന്നവരാണ്, കർത്താവിൻ്റെ മഹത്വത്തെ അന്വേഷിക്കുന്നവരാണ്. ഇവിടെ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുന്നുവെങ്കിൽ പിശാചിന് കീഴടങ്ങയില്ല. കാരണം പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആരെയും നിങ്ങൾ ഭയപ്പെടുകയില്ല. പലപ്പോഴും ശുശ്രൂഷയിൽ എനിക്ക് വന്നിട്ടുള്ള വെല്ലുവിളികളൊരു പ്രധാന കാര്യം, മനുഷ്യരെന്ത് ചിന്തിക്കും, അല്ലെ മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ള ഒരു പ്രലോഭനം. അവിടെ മറുപടി ഇതാണ്, നിങ്ങൾ ദൈവത്തെ ശരിക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു മനുഷ്യനെയും ഭയമുണ്ടാവുകയില്ല. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും നിങ്ങൾ ഭയപ്പെടും. ഇവിടെ പറയുന്നത് ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ പിന്നെ ആരുടെയും
കീഴടങ്ങി ഒരു അടിമയായിട്ട് പോകേണ്ട കാര്യം ഉണ്ടാവുകയില്ല. കർത്താവ് ശുശ്രൂഷിച്ചതുപോലെ ദാസ ശുശ്രൂഷ ചെയ്താൽ പോലും നമ്മളൊരു മനുഷ്യൻ്റെ അടിമയല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിശാചിനെ നമ്മളെ അടിമത്തത്തിലാക്കാൻ സാധിക്കില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴടങ്ങുകയാണെങ്കിൽ. അതേസമയത്ത് ദൈവത്തെ വെച്ച് നിങ്ങൾ ലോകത്തെ നേടാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, ഇന്ന് പലപ്പോഴും പല വിശ്വാസികളുടെ ഉള്ളിലും ഈവിൽ സ്പിരിറ്റ്, ദുരാത്മാക്കൾ, കാരണം അവർ ലോകത്തെ സ്നേഹിക്കുന്നതാണ് എൻ്റെ കാരണം. ലോകത്തിലെ പാരമ്പര്യങ്ങളെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നല്ലതെന്ന് വിചാരിക്കുന്ന അനേകം കാര്യങ്ങളുടെ പിന്നാലെ ഇവർ പോകുന്നത് കൊണ്ടാണ് ഇവർ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത്, അതായത് പിശാചിൻ്റെ അടിമത്തത്തിലേക്കും ഡിമോണിക് പൊസഷനിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ പറയുന്ന ദൈവത്തിന് കീഴടങ്ങുന്നവനെ വിട്ട് പിശാച് ഓടിപ്പോകുമെന്നാണ്. വെൻ യു സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്, ദ ഡെവിൽ വിൽ ഫ്രീ ഫ്രം യു. കാരണം അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകും. ദൈവത്തോട് സബ്മിറ്റഡ് ആകുന്ന ഒരാൾക്ക് മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി അവിടെ ഇവിടെ നടന്ന് ശാസിച്ചിട്ട് പിന്നെ ഈ ലോകമോഹത്തിനകത്ത് വീണ് ലോകത്തിന് വേണ്ടി ലോകത്തിൽ വ്യഭിചാരം ചെയ്ത് ജീവിച്ചിട്ട് പിശാചെ പോ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പറഞ്ഞ് സംഗതി പോകത്തില്ല. കാരണം പിശാചിനെ ജയിക്കുവാൻ കർത്താവിന് കീഴടങ്ങുക എന്നാണ് ഈ വചനം പറയുന്നത്. കർത്താവിന് കീഴടങ്ങുന്നവർക്ക് മുമ്പിൽ പിശാച് വിറയ്ക്കും, ഓടും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ അധികാരിക്ക് നിങ്ങളുടെ മേൽ അധികാരം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ എപ്പോഴും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക എന്നുള്ളതാണ്. ഇവിടെ തൊട്ട് താഴെ പറയുന്നു, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. എന്താണ് ഇരുമനസ്സെന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെ ആസ്ഥേയനാകുന്നു. ഇപ്പോൾ നമുക്ക് ദൈവത്തോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്, സ്നേഹമാണ്. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി കഴിയുമ്പം നമുക്ക് കർത്താവല്ല, നമുക്ക് നമ്മുടെ ജീവിതമാണ് പ്രധാനം എന്നൊരവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? ഇരുമനസ്സ് വിടുമ്പോഴാണ് നമ്മൾ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. പലപ്പോഴും മാമോനെയും ദൈവത്തെ ഒരുപോലെ സേവിക്കാൻ കഴിയില്ല നമുക്കറിയാം. വേദോസിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ വെച്ച് മാമോനെ നേടുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും, അതേ സമയത്ത് തന്നെ സമ്പത്തിൻ്റെ അടുത്തേക്കും ചെല്ലും. ഇപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇരുമനസ്സ്, അതായത് ക്രിസ്തുവിനെ വേണോ സമ്പത്ത് വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമനസ്സ് നമുക്കുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സമ്പത്തിനോട് നോ പറയാൻ, അല്ലെങ്കിൽ ലോകത്തോട് നോ പറയാനുള്ള ധൈര്യം നമ്മൾ ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവും. കാരണം ദൈവത്തിൻ്റെ അടുത്തടുത്തേക്ക് നമ്മൾ ചെല്ലുന്തോറും നമുക്ക് ലോകം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ലാതെ വരും എന്നാണ് യാക്കോബിൻ്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ട ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നതിനുള്ളൊരു കാരണം, പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇരുമനസ്സാണ്. നമുക്ക് ലോകവും വേണം, കർത്താവും വേണമെന്നുള്ള ഇരുമനസ്സ് ഇന്ന് വളരെയധികം ഇത് വ്യാപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അടുത്ത് ഏകാഗ്രമായ ഹൃദയമുള്ള ശുശ്രൂഷകർ ഇന്ന് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. കാരണം ആ ഒരു ഏകാഗ്രത വിട്ട് ലോകത്തിലേക്ക് തിരിയുന്ന അനേകം ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് ഏകാഗ്രത ഉള്ളവരും ചിന്തിക്കുന്നവർ പോലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആ ഒരു ഫെർവറിനകത്താണ് ഏകാഗ്രത. യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഏകാഗ്രതയല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഏകാഗ്രതയല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഇവിടെ പറയുകയാണ്, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. അപ്പോൾ ശുദ്ധീകരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിന് ഏകഭാവം, ക്രിസ്തുവിനെ നേടാനുള്ള ആ ഒരൊറ്റ ഫോക്കസിലേക്ക് നമ്മുടെ മൈൻഡ് വരിക. ഹി ഈസ് മൈ റൈച്ചസ്നെസ് ആൻഡ് മൈ സാങ്ക്ടിഫിക്കേഷൻ. കർത്താവിന് വെളിയിൽ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഐ ആം ഫോക്കസിങ് ഓൺ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി തിങ് ഐ നീഡ്, ഓൺലി വൺ ഐ നീഡ്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം, ഇരുമനസ്സില്ലാത്ത ഒരു ഹൃദയം നമുക്ക് ലഭിക്കുന്നത്. അതേസമയത്ത് ഒരു മതം എപ്പോഴും ഇരുമനസ്സുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. മതത്തിനകത്ത് എപ്പോഴും അങ്ങനെയാണ്. മതം എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയും അതേസമയം ലോകത്തെ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളാണ് മിക്കവാറും എല്ലായിടത്തും നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത്, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതെല്ലാം ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇവിടെ ഇപ്പോൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന് ലഭിക്കാവുന്ന സുഖങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ഇപ്പോൾ നിങ്ങളിവിടെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ദുഃഖമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മോഹത്തെ, ലോകത്തോടുള്ള ആസക്തികളെ, അത് ചിലപ്പോൾ ആത്മീകവൽക്കരിച്ച് നിങ്ങൾ കേട്ടാലും അത് ഒരു കാരണവശാൽ അംഗീകരിക്കരുത് എന്ന് യാക്കോബിൻ്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെ മധ്യത്തിൽ ദുഃഖിച്ച് കരയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന സാധനത്തോട് അകലം പുലർത്തുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. 10-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇത് ഈ യാക്കോബിൻ്റെ ലേഖനം പൊതുവെ 1-2 തീമുകളെ ബേസ് ചെയ്തിട്ടാണ് മുഴുവൻ പറയുന്നത്.
ബേസിക്കലി നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ചും അതുപോലെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് എങ്ങനെ വ്യവഹരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഈ വാക്യങ്ങൾ നമ്മളോട് കൂടുതലും സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തുന്നതിന് എന്ത് ചെയ്യണം? അവൻ്റെ സന്നിധിയിൽ താഴണമെന്നാണ്. നമ്മൾ താണു എന്ന് എപ്പോഴും പറയുമെങ്കിലും നമ്മൾ ശരിക്കും താണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ എന്താണ് വഴി? പലപ്പോഴും നമ്മൾ വിചാരിക്കും പുഴുവിനെ പോലെ ഏൽപ്പിക്കുന്നു, ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. സ്ഥിരം പരിപാടിയാണ്. മിക്കവാറും പ്രാർത്ഥന കേൾക്കാത്തതല്ല, ഇത് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആൾക്കാർ പറയുന്ന കേൾക്കാം, താഴ്ത്തി സമർപ്പിക്കുന്നു. പക്ഷേ ശരിക്കും നമ്മൾ താഴ്മയുള്ള ഒരാളാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത് നമ്മൾ വിചാരിച്ചാലും നമുക്ക് പെട്ടെന്ന് താഴാനൊന്നും പറ്റത്തില്ല. അത് കർത്താവിനോട് അടുത്തടുത്ത് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ താഴ്മയെന്ന് പറയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ, അവൻ നിങ്ങൾ ഉയർത്തും. അപ്പോൾ അതെങ്ങനെ താഴ്മയുണ്ടെന്ന് നമുക്കറിയാം. അടുത്ത വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വേദപുസ്തകത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സഹോദരനെ സ്നേഹിക്കുന്നതാണ് ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഈ ന്യായപ്രമാണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടനെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ എന്നുള്ളതല്ല, ന്യായപ്രമാണത്തിൻ്റെ നീതി എന്നുള്ളതാണ്. അവിടെയാണ് സഹോദര സ്നേഹം, അതായത് തൻ്റെ സ്വന്തം സഹോദരനെ കർത്താവ് എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുന്നതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. പ്രമാണം, ഈ ന്യായപ്രമാണത്തിന് പല ഷെയ്ഡുകളുണ്ട്, പല കർമ്മങ്ങളുണ്ട്. ഇവിടെ അതിനെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവം നമ്മോട് വെച്ചിരിക്കുന്ന പ്രമാണം, അത് സ്നേഹത്തിൻ്റെ ഒരു പ്രമാണമാണ്. സഹോദരനെ ദുഷിക്കുന്ന ഒരാൾ ന്യായപ്രമാണത്തെയാണ് ദുഷിക്കുന്നത്. കാരണം the whole of the law can be summarized in one commandment, love one another just as Christ has loved us. ഇതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുമ്പം ഒരാൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാനിപ്പോൾ ഒരാളെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ന്യായപ്രമാണം ആവശ്യമില്ല, ഞാനാണ് തീരുമാനിക്കുന്നത്, ഹീ ഈസ് റോങ്. ഇവിടെയാണ് നമ്മൾ ന്യായപ്രമാണത്തെ ദുഷിക്കുന്നത്. ഇപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തെ മുഴുവൻ നമ്മൾ ഒരു നട്ഷലിൽ പറയുകയാണെങ്കിൽ, ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു നട്ഷലിൽ പറയുകയാണ് ഇത്രയാണ്. ദൈവത്തിന് മുൻപിൽ സൗമ്യമായ ഹൃദയമുള്ള, താഴ്മയുള്ള ഹൃദയമുള്ള ഒരാൾക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ലോകത്തെ സ്നേഹിക്കാനോ സഹോദരനെ ദുഷിക്കാനോ സാധിക്കില്ല. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ലോകത്തെ സ്നേഹിക്കാതെ സഹോദരനെ സ്നേഹിക്കുന്നതാണ് എന്ന് യാക്കോബിൻ്റെ ലേഖനം പറയുന്നു. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളിന്ന് ആഗ്രഹിക്കുന്ന ആ സ്പിരിച്വൽ ക്വാളിറ്റി, കർത്താവെ അങ്ങേ സ്നേഹിക്കുന്ന ഒരു മനസ്സ്, അങ്ങയുടെ ഇഷ്ടങ്ങളെ കർത്താവെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.